പിസ്സ സോസ് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പം അതിനായിട്ട് ഞാനൊരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, നന്നായിട്ട് പഴുത്ത തക്കാളി. ഇത് ഞാൻ ഒരു പിസ്സയിലേക്ക് ആവശ്യമുള്ളത്രതാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ഈ തക്കാളിയുടെ മേലെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ടും ഒന്നിങ്ങനെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഈ തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം നന്നായിട്ട് ബോയിൽ ചെയ്യുന്ന വാട്ടറിലേക്ക് ഇത് ആഡ് ചെയ്തിട്ട് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ഒന്ന് ചൂടാറിയിട്ട് ഞാൻ ഇതിൻ്റെ സ്കിന്ന് നന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം 3 തക്കാളിയുടെയും സ്കിൻ ഇതുപോലെ റിമൂവ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്നും കൂടെ ചൂടാറിയിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നതാണ്. നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കുക. ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഒനിയന്റെ പകുതി കഷ്ണം, ചെറിയ ഒനിയനാണ്, അതും ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ ജ്യൂസാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതും ഒന്ന് കുക്കാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേസിൽസും 1/2 ടീസ്പൂൺ ഒറിഗാനോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 1 മിനിറ്റെങ്കിലും കുക്കാക്കി എടുക്കണം. ഇത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും, അതായത് ടൊമാറ്റോ കെച്ചപ്പ് ഒരു സോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പിസ്സ സോസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി പിസ്സ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ സോസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കൂ. നല്ല സ്മെല്ല് തന്നെ ഇപ്പം തന്നെ പിസ്സയുടേതൊക്കെ വരുന്നുണ്ട്. അപ്പം അടിപൊളിയായിട്ടുള്ള സോസാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.